മുത്തുമണിയാണ്. മുത്തുമണിയാ ഇത് നമ്മളെ രണ്ടാമത്തെ മുത്തുമണി. രണ്ട് നമ്മളെ മുത്തുമണികളാ. മുത്തുമണി രക്ഷ ചെയ്യാം. അതൊന്ന് കൗത്തലിട്ട് കൊടുക്കേ. പിന്നെ ആ ടയർ കറങ്ങുന്നുണ്ടെങ്കിൽ ബ്രേക്ക് യൂസ് ചെയ്യണം. എങ്ങനെ കറങ്ങണില്ല? കാര്യങ്ങളൊക്കെ ഇവൻ പറഞ്ഞുതരും. വീൽ ചെയറിന്റെ കാര്യത്തില് 100% ഓക്കെയാണ്. ഭിന്നശേഷിക്കാരെ എന്നും ചേർത്ത് പിടിച്ച തണൽമരം ഫൗണ്ടേഷൻ താന്നൂര് ഇന്ന് അത്യപൂർവമായ ഒരു സംഗമത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. അതിന്റെ എല്ലാ വിശേഷങ്ങളുമായിട്ട് ഈ വീഡിയോയിൽ നിങ്ങളെ കാണിക്കാം. ഈ ക്യാപ്ഷന് പ്രത്യേകത ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഭിന്നശേഷി കുട്ടികളുടെ അമ്മമാർക്കുള്ള സ്നേഹാദരവ്. നമുക്കറിയാം, ഒരു ഭിന്നശേഷി കുട്ടിയുണ്ടെങ്കിൽ അവരെത്രത്തോളം അവരെ അമ്മമാർ പരിചരിക്കണമെന്ന്. അവരാരും പൊതുവെ മുഖവിലക്കെടുക്കാറില്ല. പക്ഷെ ഇന്ന് തണൽമരം ഫൗണ്ടേഷൻ അവരെ ആദരിക്കുകയാണ്. എല്ലാവിധ അംഗീകാരത്തോടും കൂടിയിട്ട് അവരെ ആദരിക്കുകയാണ് നമ്മുടെ മുസ്തഫാഖാന്റെ നേതൃത്വത്തിലുള്ള തണൽമരം ഫൗണ്ടേഷൻ താന്നൂര്. തിരൂർ പുല്ലാരാലുള്ള നെടിയോടത്ത് കൺവെൻഷൻ സെന്ററിൽ വെച്ചിട്ടാണ് ഇങ്ങനൊരു പ്രത്യേക പരിപാടി നടക്കുന്നത്. ഒരുപാട് പേര് തളർത്താൻ ശ്രമിച്ചിട്ടും പല രീതിയിലുള്ള അപവാദങ്ങളും ആക്ഷേപങ്ങളൊക്കെ പറഞ്ഞിട്ടും തളരാത്തൊരു മനുഷ്യനാണ് മുസ്തഫാഖ. കാരണം ഏകദേശം 5 വർഷത്തോളമായി ഞാൻ മുസ്തഫാഖാനെ പരിചയപ്പെട്ടിട്ട്. തണൽ മരം, അതൊരു മരത്തിന്റെ ഒരു പ്രത്യേകത അതിന് സ്വാഭാവികമായിട്ടുണ്ടാവും. തിരിച്ചു വരാൻ കഴിയുന്ന കണ്ണുകളോടെ ഞാൻ നാളെ ദൈവത്തെ കാണുമ്പോ സാറിനെ കുറിച്ച് ദൈവത്തോട് പറയുമെന്നാണ്. പാട്ട് കേട്ടപ്പോഴാണ് നിങ്ങളുടെ മുമ്പിൽ നിന്ന് പടച്ചോനെ അത് കേട്ടിട്ടേ എന്റെ പടച്ചോ വേറെ എന്തെങ്കിലും. അപ്പൊ പ്രോഗ്രാമിന്റെ ചെറിയൊരു വശം ഞാൻ നിങ്ങളെ ഇതിൽ കാണിച്ചു. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഈ തളർത്താൻ ശ്രമിച്ച ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേര് എനിക്ക് നേരിട്ടും അല്ലാതെയൊക്കെ അറിയുന്ന ഒരുപാട് പേരുണ്ട്. അവരാരും ഇതുപോലത്തെ ഒരു പുണ്യപ്രവൃത്തിയും നടത്തുന്നില്ല എന്നുള്ളതാണ്. അവരിങ്ങനെ നടത്താതെ അവര് വെറുതെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് നടക്കുക. പക്ഷെ ഇദ്ദേഹം അങ്ങനെയല്ല. അതൊക്കെ കേട്ടാലും ഞാൻ പറഞ്ഞല്ലോ, തണൽ മരം അതൊരു മരം തന്നെയാണ്. പക്ഷെ മരമാകുമ്പോൾ എന്ത് ചെയ്യും? ഉണങ്ങിയ ഇലകൾ വീണുകൊണ്ടിരിക്കും. അതൊരു വിഷയമല്ല. അങ്ങനെ ഒരുപാട് ഇലകൾ ഇതിൽ നിന്നും വീണു പോയിട്ടുണ്ട്. പക്ഷേ 100 ഇല ഉണങ്ങി വീഴുമ്പോൾ 200 ഇല കിളിർത്ത് വരുന്നുണ്ട്. അങ്ങനെ കിളിർത്ത് ഈ മരം വലിയൊരു മരമായി ഇപ്പം മാറിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് പൊതുസമൂഹത്തോട് പറയാനുള്ളത്, മുസ്തഫാഖ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു ഉപകാരമായി തന്നെ മാറട്ടെ. നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഉപകാരം ആർക്കെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുക. ഈ മരം എന്ന് പറയുന്ന ഈ വൃക്ഷം ഇപ്പോൾ ഒരുപാട് വളർന്നിട്ടുണ്ട്. അത് വെട്ടാൻ നോക്കാതെ, അത് വെട്ടാൻ ഉപയോഗിക്കുന്ന ആ ഒരു സമയമുണ്ടല്ലോ, അതൊരു കുട്ടിക്ക് ഒരു മിഠായിയെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഇതെന്റെ മാത്രം അഭിപ്രായമാണ്. നന്ദി, നമസ്കാരം.